അള്ളാഹുവിന്റെ ഭാരമായ തൗഫീഖാണ് റഹ്മാനായ റബ്ബിന്റെ ദീന് പഠിക്കുക, അല്ലെങ്കിൽ ദീന് പഠിക്കുന്ന സദസ്സിൽ സന്നിഹിതരാകാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. ആ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 6 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു. സൂറത്തുൽ ബഖറയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ പറ്റി പറഞ്ഞ് പിന്നീട് 4 ആയത്തുകൾ വിശ്വാസികളുടെ വിശേഷണങ്ങളാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്, അല്ലേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ്, അവർക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ളതിൽ നിന്ന് ദാനധർമ്മം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. തങ്ങൾക്ക് അവതരിച്ചതിലും മുൻ വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ 4 ആയത്തുകൾ റഹ്മാനായ റബ്ബ് വിശ്വാസികളുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. പിന്നീട് 2 ആയത്തുകൾ ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. ഈ 2 ആയത്തുകളിൽ അവിശ്വാസികളുടെ, കാഫിരീങ്ങളുടെ സ്വഭാവങ്ങളാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്, അല്ലേ? പിന്നീട് 13 ആയത്തുകൾ മുനാഫിക്കീങ്ങളുടെ സ്വഭാവങ്ങളും അവരുടെ സംഭവങ്ങളുമാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. ആ 13 ആയത്തുകളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞത് എന്താ? ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം, അല്ലേ? അൻദർതഹും അം ലം തുൻദിറുഹും. എത്ര ഗൗരവമേറിയ വാചകങ്ങളാണ് അല്ലാഹു പ്രയോഗിച്ചത്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും. നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു എന്തു പറഞ്ഞു? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അവരിലേക്ക് ഒന്നും എന്ത് ചെയ്യൂല, പ്രവേശിക്കൂല. ആ രൂപത്തിൽ അല്ലാഹു മുദ്ര വെച്ചിട്ടുണ്ട്. വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മൂടിയുണ്ട്. അവരുടെ കാഴ്ചയുടെ മേലും എന്തുണ്ട്? ഒരു മൂടിയുണ്ട്. വലഹും അദാബുൻ അലീം. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? കാഫിരിങ്ങളുടെ അവസ്ഥകളും എടുത്തു പറഞ്ഞു. ഇനി മുഅ്മിനും അല്ല കാഫിറും അല്ല, അങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവരാണ് ആര്? മുനാഫിക്കീങ്ങൾ, അല്ലേ? ഈ നിഫാഖ് എന്ന് പറഞ്ഞാല് വാക്കും പ്രവൃത്തിയും 2ആയവരാണ്. രഹസ്യവും പരസ്യവും 2ആയവരാണ് ആര്? മുനാഫിക്കീങ്ങൾ എന്നുള്ളത്. ഈ മുനാഫിക്ക് എന്ന പദം എവിടെ നിന്നാണ് കടന്നു വന്നത് എന്ന് നമ്മൾ അതിന്റെ ഉള്ളറയിലേക്ക് കടക്കുമ്പോൾ, അതിന്റെ ആ പദത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അതായത് നാഫിഖ എന്ന ഒരു അറബി പദത്തിൽ നിന്നാണ് നിഫാഖ് എന്ന പദം ഉത്ഭവിക്കുന്നത്.
നാഫിഖ എന്ന പദത്തിൽ നിന്നാണ് നിഫാഖ് എന്ന പദം ഉത്ഭവിക്കുന്നത്, ഉൾത്തിരിഞ്ഞ് കടന്നു വരുന്നത്. ഈ മരുഭൂമിയിൽ കണ്ടുവരാറുള്ള ഒരു എലിക്ക് സമാനമായിട്ടുള്ള ഒരു ജീവി, നമ്മുടെ നാട്ടിലെ എലിക്ക് സമാനമായിട്ടുള്ള ഒരു ജീവിയുണ്ട്. ബൈർബൂ എന്നാണ് ആ ജീവിയുടെ പേര്. അത് നിർമ്മിക്കുന്ന മാളമാണ്, പെരിക്ക് മാളുണ്ടാവും, അത് നിർമ്മിക്കുന്ന മാളമാണെന്ത്? നാഫിഖ എന്നുള്ളത്. എലിക്ക് വേണ്ടി, എലിക്ക് വസിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന മാളത്തിന്റെ പേരാണ് നാഫിഖ എന്നുള്ളത്. അതായത് ഭൂമിക്കിടയിൽ മാളുണ്ടാക്കുകയും 2 കവാടം ഉണ്ടാവുന്ന ഈ നാഫിഖ എന്ന് പറഞ്ഞ മാളത്തിന് 2 കവാടം ഉണ്ടാവും. അത് കയറാനും ഒന്ന് ഇറങ്ങാനും പറ്റുന്ന രൂപത്തിലുള്ള 2 കവാടങ്ങൾ ഉണ്ടാവും. ഒരു കവാടത്തിന് ഖാസിഅ എന്നും മറ്റേ കവാടത്തിന് നാഫിഖ എന്നും പറയും. 2 പേരുകളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഷാപരമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതായത് ഒരു കവാടത്തിലൂടെ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യും? മറ്റൊരു കവാടത്തിലൂടെ രക്ഷപ്പെടുന്ന രൂപമാണ് ഈ എലിക്കുള്ളത്. ഈ ബൈറബു എന്ന് പറയുന്ന ഈ ഒരു ജന്തുവിനുള്ളത് അല്ല, ബൈറബു അല്ല, സോറി, എർബു എന്ന് പറയുന്ന ഈ ജന്തുവിനുള്ളത്. ബൈറബു അല്ല, എർബു എന്ന് പറയുന്ന ഈ ജന്തുവിനുള്ളത്. അതുപോലെ തന്നെ ഈ എർബു നിർമ്മിക്കുന്ന ഈ മാളത്തിന് നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ എന്ത് ചെയ്യില്ല, മാളം കാണൂല എന്നാണ്. കാരണം ചെറിയൊരു പാട, ചെറിയൊരു മണ്ണുകൊണ്ട് അതിന് ചെറിയ തട്ട് കൊടുത്താൽ പുറത്തേക്ക് വരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നോക്കി എന്താവും, അവിടെ മാളൊന്നുമില്ല. ആ മാളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് അതിന്റെ ഈ നാഫിഖ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ഇർബൂഹ് എന്നുള്ള ആ ഒരു ജന്തു ഈ മാളം നിർമ്മിക്കുക. അതായത് ആ മാളത്തിനുള്ളിൽ ഈ ഇർബൂഹ് കടക്കുന്നുവോ കടക്കുന്നില്ലേ എന്നുള്ളത് എന്ത് ചെയ്യില്ല, ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, അതിന്റെ ചർച്ചകൾ ഇങ്ങനെ പോവാണ്. അതായത് രക്ഷപ്പെടേണ്ട സമയത്ത് ചുണ്ടുകൊണ്ടോ അങ്ങനെ നീക്കിയാൽ, കൈ കൊണ്ട് നീക്കിയാൽ അത് പുറത്തേക്ക് വരും. ഈ ജന്തു അതിന്റെ ഉള്ളിലുണ്ടോ ഇല്ലേന്ന് എന്ത് ചെയ്യില്ല, ആർക്കും അറിയില്ല. ആ ഒരു പദമാണ് നാഫിഖ എന്നുള്ള പദം. അതിന്നാണ് നിഫാഖ് വന്നത്. ഉള്ളിൽ എന്താന്നുള്ളത് എന്ത് ചെയ്യില്ല, ആർക്കും അറിയില്ല. പുറത്തൊക്കെ ഉഷാറാവും, പുറത്തൊക്കെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ വെറും പൊള്ളയാവും. അതിന്റെ ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു ഭാഗം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ മുനാഫിക്കീങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഷർറായ വിഭാഗം എന്ന് പഠിപ്പിച്ച് തന്നൊരു വിഭാഗം കൂടിയാണ് ആര്? മുനാഫിക്ക് എന്നുള്ളത്. റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടു, ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈൻ, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവരാരാ? ദുൽ വജ്ഹൈനാണ്. എന്താ ദുൽ വജ്ഹൈൻ പറഞ്ഞ? ദ്വിമുഖമുള്ളവർ, ഇരുമുഖമുള്ളവരാണ്. അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഒരു വിഭാഗത്തിന്റെ അരികിൽ പോകുമ്പോൾ ഒരു മുഖവും, മറ്റൊരു വിഭാഗത്തിന്റെ അരികിൽ പോകുമ്പോൾ മറ്റൊരു മുഖവുമായിരിക്കും ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ പറ്റിയിട്ട് പരാമർശിച്ച ഹദീസാണ് ഈ മേൽ സൂചിപ്പിച്ച ഹദീസ്. അപ്പോ ആ മുനാഫിക്കുകളെ പറ്റിയിട്ട് റഹ്മാനായ റബ്ബ് പറയാണ്. എന്താ അല്ലാഹ് പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അപ്പോ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമിനന്നാസ്, എന്താണ് വമിനന്നാസ് എന്ന് പറഞ്ഞാൽ? എന്താ? ചില ആളുകളുണ്ട് അല്ലെ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്. മയഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ,
എന്താണ്? ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളിലുണ്ട്. അല്ലെ? ആമന്ന എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ചിരിക്കുന്നു. എന്തിന്? ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടും, വബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ അല്ലാഹു പറയാണ് വമാഹും ബിമുഅ്മിനീൻ. എന്താണ്? വമാഹും ബിമുഅ്മിനീൻ, അവര് യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഇവര് പറഞ്ഞു എന്ത്? ഞങ്ങൾ വിശ്വാസികളാണ് എന്ന്. അല്ലാഹു പറയുന്നു അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ. എന്താണ് യുഖാദിഊന എന്ന് പറഞ്ഞാല്? അവര് വഞ്ചിക്കുകയാണ്. യുഖാദിഊന എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുകയാണ്. ആരിനെ? വൽ അല്ലാഹ, അല്ലാഹുവിനെയും, വല്ലദീന ആമനൂ, വിശ്വാസികളെയും അല്ലാഹുവിനെയും അവർ വഞ്ചിക്കുകയാണ്. അപ്പോഴും അല്ലാഹു പറയുന്നു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. എന്താണ്? വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. വാസ്തവത്തില് അവര് വഞ്ചന ചെയ്യുന്നത് അവർക്ക് തന്നെയാണ്. അതായത് അള്ളാഹിനെ എല്ലാവരും വഞ്ചിക്കുന്നത്, അവര് വിശ്വാസികളെ എല്ലാവരും വഞ്ചിക്കുന്നത്. കാരണം എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തടക്കം അവരെന്ത് ചെയ്യും? നിങ്ങളോട് സത്യം ചെയ്തതുപോലെ അള്ളാഹിനോട് സത്യം ചെയ്യുന്നതാണ്. അള്ളാഹ് ഞങ്ങൾ മുനാഫിക്കൊന്നായിരുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ കൃത്യമായിട്ട് അറിയാം. അല്ലെ? കമാ യഹ്ലിഫൂൻ, നിങ്ങളോട് സത്യം ചെയ്യുന്നത് പോലെ അവർ അള്ളാഹിന്റെ അരികിലും വന്ന് സത്യം ചെയ്യും. ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ടല്ല, ഞങ്ങൾ ജിഹാദ് ചെയ്തിട്ടുണ്ടല്ല, ഞങ്ങൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ടല്ല ഒക്കെ അല്ലാഹു പറയും കദബാണ്. ഈ പറഞ്ഞത് എന്താണ്? കള്ളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അവ്വലു മൻ തുസഇറു ബിഹിന്ന, നാളെ ഒന്നാമതായി നരകത്തെ സ്പർശിക്കുന്നത് ഉബാദുൽ മുറാഊന, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്തവരാണ് നാളെ ഒന്നാമതായി നരകത്തെ സ്പർശിക്കുക എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ സിറാത്തിലൂടെ ആരൊക്കെ പോവാ? മുശ്രിക്കും കാഫിറും എന്തില്ല, സിറാത്തിന്റെ അരികിലേക്ക് എത്തൂല. ഒരാദ്യം തന്നെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിടും. പിന്നെ ആരാണ് ഈ സിറാത്തിലൂടെ സഞ്ചരിക്കുക? മുഅ്മിനീങ്ങളും മുനാഫിക്കീങ്ങളാ. ഈ മുനാഫിക്കീങ്ങൾ സിറാത്തിന്റെ അരികിലെത്തുമ്പോൾ വെളിച്ചം ഇല്ലാതെ പോകുന്ന, ആ വെളിച്ചം ഇല്ലാതെ പോകും. മുനാഫിക്കീങ്ങളും മുഅ്മിനീങ്ങളോട് ചോദിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പകർത്തിയെടുത്തുകൊള്ളട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതാണ് മുനാഫിക്ക് എന്നുള്ളത്. അപ്പൊ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. വാസ്തവത്തില് അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്, സ്വന്തത്തെ തന്നെയാണ് വഞ്ചിക്കുന്നത്. എന്നാൽ വമാ യശ്ഉറൂൻ, അവരെന്ത് ചെയ്യുന്നില്ല? അത് മനസ്സിലാക്കുന്നില്ല, അവരത് അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നോക്കിയ നിങ്ങള്, രണ്ട് രൂപത്തില് നിഫാഖ് നമുക്ക് കാണാൻ കഴിയും. രണ്ടല്ല, 3 രൂപത്തില് നിഫാഖിനെ പണ്ഡിതന്മാരെന്ത് ചെയ്യലുണ്ട്? വേർതിരിക്കലുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളവയാണ് 2 രൂപത്തിൽ. ഒന്ന് നിഫാഖുൽ ഇഅ്തിഖാദി, വിശ്വാസത്തിൽ നിഫാഖ് കടന്നു വരിക. നിഫാഖിന് വിശ്വാസത്തിന്, അതാണ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്ന് പറഞ്ഞല്ലോ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞു. അത് ഏത് മുനാഫിഖീങ്ങളാ? വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ച മുനാഫിഖീങ്ങളാണ് നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവർ. നരകത്തിന്റെ അടിത്തട്ടിൽ, അതാണ് നിഫാഖുൽ അക്ബർ. അവരെന്തല്ല? മുഅ്മിനീങ്ങളല്ല, അവര് വിശ്വാസികളല്ല. അവരൊക്കെ പ്രവാചകന്റെ കാലോ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെ? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്താ? നിങ്ങൾ മുഅ്മിനായി എന്ത് ചെയ്യണ്ട, പറയണ്ടട്ടോ എന്നാ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ആ നിഫാഖുൽ അക്ബർ ഉണ്ട്, വലിയ കാപട്യം. രണ്ടാമത്തത് നിഫാഖുൽ അമലിയാണ്, അല്ലെ? പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാ? നിഫാഖ് വെച്ച് പുലർത്തുക. അതേതാ?
നിഫാഖുൻ അസ്ഗറാണ്, ചെറിയ ചെറിയ നിഫാഖാണ്, ചെറിയ കാപഢ്യമാണ്. കുറേ അധ്യാപനങ്ങളും കുറെ തെളിവുകളും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ആ വിഷയത്തിൽ കാണാം. ഒന്ന് വിശ്വാസപരമാണ്, രണ്ടാമത് കർമ്മപരമാണ്, മൂന്നാമത്തെ സ്വഭാവപരമാണ്. നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ് നിഫാഖുൽ അക്ബർ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന മുനാഫിക്കീങ്ങളുണ്ട് അല്ലെ. അവരെന്ത് ചെയ്തു, വിശ്വസിച്ചു എന്നൊക്കെ പറയും. ഇപ്പൊ ഉഹുദിന്റെ രണാങ്കണത്തേക്ക് 1000 ആൾക്കാർ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ സമയത്ത് 700 ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 300 എന്ത് ചെയ്തു, പിന്തിരിഞ്ഞു പോയി. ഈ യുദ്ധം ചെയ്താലൊന്നും എന്ത് ചെയ്യൂല, വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയി. അതുപോലെ തന്നെ തബൂക്കിന്റെ സമയത്ത് അല്ലെ മുനാഫിക്കുകളുടെ കടലിന് ചൂടാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിന്നവരുണ്ട്. അതുപോലെ തന്നെ ഉംറക്ക് വേണ്ടി പുറപ്പെട്ട സമയത്ത് അവരൊക്കെ അങ്ങനെ മാറി നിന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള മുനാഫിക്കുകൾ എന്തുണ്ട്, കുറെ ഉണ്ട്. എവിടുന്നാണ് ഈ മുനാഫിക്കിന്റെ തുടക്കം? എവിടുന്ന? മക്കയിൽ മുനാഫിക്കുകൾ ഉണ്ടായിട്ടില്ല. അവിടെ മുശ്രിക്കേ ഉണ്ടായിട്ടുള്ളൂ. മുനാഫിക്കിന്റെ ഉത്ഭവം എവിടെ നിന്നാ? അത് മദീനത്ത് നിന്നാണ്. മദീനത്ത് നിന്ന് ഗൗസ് ഹസറജ് 2 ഗോത്രങ്ങൾ, അതുപോലെ തന്നെ അഹ്ലുൽ കിതാബ്. ഈ ഗൗസ് ഹസറജ് എന്ന 2 ഗോത്രങ്ങളായിരുന്നു. ഇവരിൽ നിന്ന് മുനാഫിക്കുകൾ ഉണ്ടായിട്ട്, അതുപോലെ തന്നെ അഹ്ലുൽ കിതാബ് യഹൂദികളിൽ നിന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. യഹൂദികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു. അല്ലാത്തവരുണ്ട്. അവരിൽ പലരും എന്തായിരുന്നു, മുനാഫിക്കീങ്ങളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ റഈസുൽ മുനാഫിക്കീൻ, കപടവിശ്വാസികളുടെ നേതാവ് എന്നറിയപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ആരിനെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയത്? സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നടക്കാൻ പാടില്ലാത്ത നടന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയതിന്റെ പ്രധാനി ആരാ? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകൻ നല്ല അടിപൊളി മുഅ്മിനായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മയ്യത്ത് സ്കരിച്ചിട്ടുണ്ട്. കാരണം മോൻ മയ്യത്ത് സ്കരിച്ചു എന്നല്ല, കഫം പുടവ അടക്കം ആര് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോനോടുള്ള ഒരു ഹുബ്ബൊക്കെയാണ് അതിന് കാരണമെന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്യലുണ്ട്, വിശദീകരിക്കലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പന 70-ൽ പരം ഇസ്തിഗ്ഫാർ നീ മുനാഫിക്കീങ്ങൾക്ക് ചെയ്താൽ നബിയെ സ്വീകരിക്കൂല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോയ സമയത്ത് പിടിച്ചു വെച്ചു എന്നാ. നിങ്ങൾ എന്തിനാണ് ഓനിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, നിസ്കരിക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? 70-ൽ പരം ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, താല്പര്യപ്പെടുന്നു. എനിക്ക് അള്ളാഹു ഇഖ്തിയാർ തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിമകളോടും തന്റെ സമൂഹത്തോടുമുള്ള ഇഷ്ടത്തെയാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, കുറിക്കുന്നത്. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലൊക്കെ എന്തുപെട്ട ആളാണ്? മുനാഫിഖ്പ്പെട്ട ആളാണ്. റഈസുൽ മുനാഫിഖ്. മദീനയിൽ നിന്നാണ് മുനാഫിഖീങ്ങളുടെ ആരംഭം. ഹൗസ് ഹസറജ് ഗോത്രങ്ങളും അതുപോലെ തന്നെ അഹ്ലുൽ കിതാബിൽ നിന്നുമാണ്. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന ഒറ്റ മുഹാജിരികളിൽ പോലും ആരുണ്ടായിട്ടില്ല, മുനാഫിഖീങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അവര് സ്വത്തും നാടും കുടുംബവും എല്ലാം തിരിച്ചുകൊണ്ട് പാലായനം ചെയ്തവരാണ്. അവർക്കിടയിൽ എന്തുണ്ടാവൂല, മുനാഫിഖീങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവൂല. അവർക്കിടയിൽ മുനാഫിഖീങ്ങൾ ഇല്ലതാണ്. അപ്പൊ നമ്മള് ഈ വിഷയം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക, അതുപോലെ തന്നെ ഖുർആനിനെയും ഹദീസിനെയും തള്ളിക്കളയുക, ഇതൊക്കെയാണ് നിഫാഖുൽ ഇഅ്തിഖാദി. എന്താ നിഫാഖുനെ? വിശ്വാസപരമായിട്ടുള്ള കാപഢ്യം. നിഫാഖ് പറഞ്ഞാല് വിശ്വാസപരമായിട്ടുള്ള കാപഢ്യം. ഖുർആൻ അംഗീകരിക്കൂല, ഹദീസ് അംഗീകരിക്കൂല, അതൊക്കെ എന്താണ്? വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുക, ഖുർആനിലും ഹദീസിലുള്ളത് തള്ളിപ്പറയുക, ഇസ്ലാം മതത്തെ സഹായിക്കുന്നതിനെ വെറുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ്? വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ലഖുൽ ലദീന ആമനൂ, അവരെങ്ങാനും വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ ഖാലൂ ആമന്നാ,
അവര് പറയും ഞങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ അവരുടെ പിശാചുക്കളെ കണ്ടാൽ അവര് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ അവരെന്ത് ചെയ്യാണ്? കളിയാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവര് പറയുന്നതാണ്. അപ്പൊ അത് വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പഠിച്ചത് നിഫാഖുൽ അമലിയാണ് അല്ലെ? കർമ്മപരമായിട്ടുള്ള ചില നിഫാഖുകളുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, ബലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങളിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ ആരാ? മുനാഫിഖ് അല്ലാതെ മാറി നിൽക്കൂല എന്നുള്ളതാണ്. സുബഹിക്ക് ഒരാളെ കണ്ടിട്ടില്ല എങ്കിൽ അവരിൽ എന്ത് ചെയ്തിരുന്നു? അസാന ബിൽ വന്ന്, ഒരു മോശപ്പെട്ട നിഫാഖ് സഹാബത്ത് സംശയിക്കുമായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം ഏതാണ് റസൂലുള്ളാഹി എണ്ണിയത്? സ്വലാത്തുൽ ഇശാ ആണ് അല്ലേ? അതൊക്കെ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ കാണേണ്ടതല്ല. മഗ്രിബിന് നിറഞ്ഞ പള്ളികൾ ഇശാഇന് നിറയുന്ന അവസ്ഥയുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മഗ്രിബ് നമ്മൾ ഏതായാലും അങ്ങാടിയിലെ പള്ളിയിലുള്ള സ്ഥലത്താണ്, ഇങ്ങനത്തെ സ്ഥലങ്ങളല്ല. അങ്ങാടിയിൽ പള്ളിയാണെങ്കിൽ എന്ത് ചെയ്യും? മഗ്രിബ് നിസ്കരിച്ചിട്ട് കുടിക്ക് പോകാന്ന് പറയും. പിന്നെ നമ്മൾ ഇശാ നിസ്കാരം അവിടെ കുടിയില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ, ഇശാ നിസ്കാരമാണ് മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ വസ്സലാത്തുൽ ഫജ്ർ. അപ്പോൾ ദുഹറിനും അസ്റിനും മഗ്രിബിനൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷെ സുബഹിക്ക് അവൻ എന്ത് ചെയ്യൂല? പള്ളിയിലാണ് കാണൂല. അതിന് സുബഹി എത്ര നേരം വൈകിട്ടാണെങ്കിലും എത്ര നേരത്തെ ആണെങ്കിലും ഓനെ പള്ളിക്ക് കാണൂല. ഓൻ എങ്ങനെയെങ്കിലും ഉറങ്ങിപ്പോകും. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടെ തന്നെ പ്രിയപ്പെട്ടവരെ കാണണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ. ഈ രണ്ട് നമസ്കാരത്തിന്റെയും പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് മുട്ടിന് ഇഴഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു? നമസ്കാരത്തിന് കടന്നു വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രതിഫലം. കാരണം സ്വലാത്തു സുബഹിനെ പറ്റി ദിമ്മത്തില്ല, അള്ളാഹിന്റെ സംരക്ഷണത്തിലാണെന്നാണ് അള്ളാഹുന്റെ റസൂൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിസ്കരിച്ചവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്. പിന്നെ ഓനിക്ക് അള്ളാഹിന്റെ സംരക്ഷണം എന്ത് ചെയ്യും? ഉടനീളം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അത്രയും പ്രതിഫലാണ്. മൻ സല്ല സുബ്ഹ ഫി ജമാഅത്തി സല്ലൽ ലൈല കുല്ലാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ സല്ലൽ ഇശാ ഫി ജമാഅ കമാ ഖാല റസൂൽ, ആരെങ്കിലും ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ചവനെ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർമ്മപരമായിട്ടുള്ള നിഫാഖ് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്വഭാവപരമായിട്ടുള്ള നിഫാഖാണ്. അതാണ് മൂന്നാമത്തെ വിഭാഗം നിഫാഖിന്. റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ ലക്ഷണം മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, എന്ത് ചെയ്യും? സംസാരിച്ചാല് കളവ് പറയും. സംസാരിച്ച കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, കരാർ പാലിച്ചാൽ എന്ത് ചെയ്യും? ലംഘിക്കും. വഇദാ തുമന ഖാന, വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? അത് ലംഘിക്കും അല്ലേ? അത് നിസാരവൽക്കരിക്കും, വഞ്ചിക്കും. വഇദാ തുമന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു തരികയാണ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ കളവ് പറയുക എന്നുള്ളത്, വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, അവര് കളവ് പറഞ്ഞതും മൂലം എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങള്
കളവ് പറയുന്നവരാണ് എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു? സാക്ഷ്യം വഹിക്കുന്നു എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ കാണാം. അപ്പൊ അത്രയും ഗൗരവമാണ്. ഇപ്പൊ നമ്മിൽ വിശ്വാസപരമായിട്ടുള്ള നിഫാഖ് കടന്നു വരുന്നുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചത് കൊണ്ടാണ് നമസ്കരിക്കാൻ വരുന്നത്, ഇവിടെ ആരും ബോധ്യപ്പെടുത്താനല്ലല്ലോ. എന്നാൽ അമലിയായിട്ടും ഹുൽക്കിയായിട്ടുമുള്ള നിഫാഖ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും കടന്നു വരലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ, അല്ലെ? നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കിന്റെ നമസ്കാരമായിട്ട് പറഞ്ഞത് എന്താ? വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അവര് നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ എങ്ങനെയാ അവര് നിസ്കരിക്കുക? ഉദയാസീനന്മാരായിട്ട്, മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കുക. അവരാ നമസ്കാരത്തില് പടച്ച റബ്ബിനെ കുറച്ചല്ലാതെ ഓർക്കുകയില്ല എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ. സലാം കൊണ്ട് ആരംഭം കുറിച്ച്, തക്ബീർ കൊണ്ട് ആരംഭം കുറിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന നമസ്കാരം എന്ന റബ്ബുമായിട്ടുള്ള സംഭാഷണത്തില്, റബ്ബുമായിട്ടുള്ള സംസാരം നടക്കുന്ന ആ കർമ്മത്തില് കുറച്ചല്ലാതെ അവർ അള്ളാഹിനെ ഓർക്കൂല എന്നാണ്. നമുക്ക് നമ്മുടെ നമസ്കാരത്തില് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ച് റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ കഴിയലുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ചെയ്യണം? ചോദിക്കണം, അല്ലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? മറുപടി പറയുന്നുണ്ട്. ഹമിദനി, എന്റെ അടിമ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്, സ്തുതിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ നമസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അഖ്റബുമായ യകൂനുൽ അബ്ദു മിൻ സ്വലാത്തിഹി വ സാജിദ് കമാ ഖാല റസൂലുള്ളാഹ്. ഒരു അടിമയിലേക്ക് അല്ലാഹു ഏറ്റവും കൂടുതൽ അടുക്കുന്ന എവിടെ? സുജൂദിലായിരിക്കുമ്പോഴാണ്. നമ്മളെ സുജൂദിലെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ റബ്ബിനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണല്ലോ എന്റെ സുജൂദ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മടിയന്മാരല്ലാത്ത നമസ്കാരം കൈവരിക്കാനും നിഫാഖിന്റെ ആ ലക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ഇത് ഭയങ്കര ഗൗരവമാണ്. അപ്പൊ കർമ്മപരമായിട്ടുള്ള നിഫാഖ് നമ്മിലൊന്നും വരാതിരിക്കാൻ ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത് സ്വഭാവപരമായിട്ടുള്ള നിഫാഖാണ്. അതായത് ഒരു കാരണവശാലും ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടം വാങ്ങുന്നവരെ പറ്റിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഹദീസ് പറഞ്ഞു. ഇപ്പൊ കടം മേടിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് പറയും? നുണ പറയും, അല്ലെ? കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നാലിന്റെ കാരണം കൊണ്ടാന്ന് പറയും. യഥാർത്ഥ ജനൂൻ കാരണം ആവണമെന്നില്ല. അതുകൊണ്ട് കടം അത് ഒരു വ്യക്തിയെ കളവ് പറയാൻ പ്രേരിപ്പിക്കുന്നു, നിഫാഖിലേക്ക് അവനെ എത്തിക്കുന്നു എന്നടക്കം പണ്ഡിതന്മാരെന്ത് ചെയ്യലുണ്ട്? പഠിപ്പിച്ചു തരലുണ്ട്. എന്നപ്പോ ഇതാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ എന്ത് ചെയ്യും? കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, കരാറ് പാലിച്ചാൽ എന്ത് ചെയ്യും? ലംഘിക്കും. എത്ര പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ പറയില്ലേ, ഫോണിൽ ഒരാൾ വിളിച്ചാല് ഞാൻ അതപ്പ ഇറങ്ങിന്ന് പറയും. നമ്മളിപ്പോ ഡ്രസ്സ് ഇടുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മള് അയൺ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇറങ്ങിന്ന് പറയും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാറിയാം. നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റൂല എന്നുള്ളത്, അല്ലേ? നമ്മൾ നിസ്സാരമായിട്ട് പറയുന്ന അതൊക്കെ ഈ ഹദീസിൽ കൊടുൂലേ? ഒന്ന് ആലോചിച്ചു നിങ്ങള്. വൈദാ വഅദ ഖലഫ, നമ്മളൊരു കരാറ് പാലിക്കല്ലേ അവിടെ? ഞങ്ങളുടെ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാട്ടോ, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ പോവാട്ടോ. നമുക്ക് മനഃപൂർവ്വമല്ലാത്ത പ്രതിസന്ധികൾ അത് വേറെ. അതിനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. സ്വഭാവപരമായിട്ട് അതൊക്കെയാണ് നമ്മുടെ ഈ പഠനത്തിലൂടെ നമുക്ക് കിട്ടേണ്ടതും നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കില്ലേ. നമ്മെ വിശ്വസിച്ചാൽ നമ്മൾ വഞ്ചിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മളെ മക്കളോടാകട്ടെ. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതേ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പോവാ.
ഹദീസ് സ്വീകരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യാണ്? തന്റെ മാടിനെ ഒരു ഭക്ഷണ പദാർത്ഥം കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? അടുത്തേക്ക് വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യില്ല? ഭക്ഷണം കൊടുത്തില്ല. ഹദീസ് സ്വീകരിക്കാതെ പോന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ എത്ര അങ്ങനെ കാണിക്കലുണ്ട്. ചെറിയ മക്കളെ അല്ലെ വികൃതി കാണിക്കാതിരുന്നാല് ഇന്നത് മേടിച്ചു തരാറ് നമ്മൾ കൊടുക്കുവോ? കണക്കാവും അല്ലെ. ഇവിടെ വന്നാല് ഇന്ന സാധനം തരാന്ന് നമ്മൾ പറയും. നമ്മൾ ചെയ്യൂല. അപ്പൊ അങ്ങനെയുള്ള എത്ര കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മള് ശ്രദ്ധിക്കുകയും തമാശക്ക് പോലും കളവ് പറയുന്നവരിൽ നാം ഉൾപ്പെടില്ല എന്ന ഒരു ഉത്തമ ബോധ്യവും ചിന്തയും എന്ത് ചെയ്യണം? നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിൽ ഖൗം. കുറച്ച് ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കളവ് പറയുന്നവർക്ക് എന്തുണ്ട്? നാശമുണ്ട്. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശമുണ്ട്. നമ്മളിങ്ങനെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മള് അല്ലെ പടക്കം പൊട്ടിക്ക തമാശ പറയാന്ന് പറഞ്ഞിട്ട് നല്ലോണം തള്ളി വിടും. അങ്ങനത്തെ നാശമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഋഷികുമാരൊക്കെ. നമ്മളൊക്കെ ജീവിതത്തിലെ അശ്രദ്ധ എന്നോളം ഒരുപക്ഷെ കടന്നു വരുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ സ്വച്ഛമായ മുഅ്മിനീങ്ങളായിട്ട് മാറുക എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. അന സഈമുൻ, ഞാൻ എന്ത് ചെയ്യണം? ഉറപ്പ് വരികയാണ്. ആർക്ക്? ബിബൈത്തിൻ ഫീ റബദിൽ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് ഉറപ്പ് വരും. ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിക്കാ. സത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും തർക്കം ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു മധ്യഭാഗത്ത് വീടുണ്ട്. അവിടെ നിർത്തിയോ? ഇല്ല. അതുപോലെ തന്നെ ഫി വസത്തിൽ ജന്നത്തി ലിമൻ തറക്കൽ കദിബ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കളവ് ഉപേക്ഷിക്കുന്നവന് വീടുണ്ട്. വൈൻകാന മാസിഹ, തമാശക്കാണെങ്കിൽ പോലും. വബിബൈത്തിൻ ഫി അഅലൽ ജന്ന, അതുപോലെ തന്നെ വീടുണ്ട് സ്വർഗത്തിന്റെ ഉന്നതിയിൽ. ലിമൻ ഹസ്സന ഖുൽഖഹു, സ്വഭാവം നന്നാക്കിയവരെ. ഈ സ്വഭാവത്തിന്റെ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ കടന്നു വരുന്നത് അല്ലെ. വഞ്ചിക്കാതിരിക്കലും വിശ്വസിച്ചാൽ അല്ലെ ചതിക്കാതിരിക്കലൊക്കെ അതാ സ്വഭാവം നന്നാക്കുന്നതിൽ കൂടും. അപ്പൊ സ്വഭാവം നന്നാക്കിയതിന് സ്വർഗത്തിന്റെ ഉന്നതിയിൽ അള്ളാഹു ഇടം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകന്മാരൊക്കെ പറ്റിയിട്ട് പറയുമ്പോ ഈ വിഷയത്തെ അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. സാദിഖൽ വഅദ്, സ്വാദിക്കൽ വഅദ് എന്ന് പറഞ്ഞാല് കരാറ് ഏറ്റവും മനോഹരമായിട്ട് അല്ലെ പാലിച്ച വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പറ്റി ഇബ്രാഹിം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ പ്രവാചകൻ. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദാവധി ചെയ്തുകൊണ്ടാണ് ഇബ്രാഹിം അല്ലദീ വഫാ എന്ന സ്ഥാനത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ എത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ അപാകതകൾ വരിക സ്വഭാവപരമായിട്ടുള്ള നിഫാഖിലാണ്. അമലിയിൽ പോലും നമ്മളൊക്കെ ശ്രദ്ധ പുലർത്തുന്ന സ്വഭാവപരമായിട്ടുള്ളതിൽ നമുക്ക് വീഴ്ച വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇൽമനൂ ലി സിത്തൻ മിൻ അൻഫുസികും അൽമൻ ലകുമുൽ ജന്ന. 6 കാര്യങ്ങളെ തൊട്ട് എനിക്ക് വാഗ്ദാനം ചെയ്താൽ, ജാമ്യം നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉറപ്പ് നൽകുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? ഇതാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം മാത്രം എന്ത് ചെയ്യണം? പറയണം. സത്യം മാത്രം. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രം പറയണം. അതുപോലെ തന്നെ നിങ്ങൾ കരാറ് പാലിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിറവേറ്റണം. നിങ്ങളത് നിറവേറ്റണം. പിന്നെയോ നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങളത് എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. നിങ്ങളെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളെ കണ്ണുകൾ താഴ്ത്തി വെക്കണം. നിങ്ങളെ കൈകളെ പിടിച്ചു വെക്കണം. ഈ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? സ്വർഗം ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും എന്ത് ചെയ്യരുത്, വിശ്വസിച്ചാൽ നമ്മെ ഒരാളെ വിശ്വസിക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി എന്ത് ചെയ്യില്ല, ചതിക്കില്ല. സാമ്പത്തിക മേഖലയിൽ ചതിച്ച എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ. കടം കൃത്യസമയത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവർ എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വിശ്വാസിയുടെ രീതി അല്ല അത് എന്നുള്ളതാണ്. ഇപ്പോ അബ്ദുല്ലാഹിബ്നു അബീ മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ വര്യനാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അദ്റത്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാന് പ്രവാചകന്റെ 30ഓളം സ്വഹാബത്തിൽ എന്ത് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ അബ്ദുല്ലാഹിബ്നു അബീ മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി കിബാരികളായിട്ടുള്ള സ്വഹാബത്തിനെ കണ്ടിട്ടുള്ളത്. സിഹാരികളെ, ചെറിയ സ്വഹാബത്തെ, വലിയ സ്വഹാബത്തിനെ തന്നെ കാണാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു അബീ മുലൈക. കുല്ലുഹും യഖാഫു നിഫാഖ്. അവരെല്ലാവരും സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടവരാണ്. ഒന്നാലോചിച്ച് നോക്കി നിങ്ങള്. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു സാഹിബു സിർ, അല്ലേ, രഹസ്യ സൂക്ഷിപ്പുകാരൻ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു? ഹുദൈഫ ഇബ്നു യമാനി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്, ഹുദൈഫ, നിന്റെ പേരുണ്ടോ ഹുദൈഫ? ആരാ? ഉമർ റളിയല്ലാഹു തആല, അല്ലേ, സഹാബത്തിന്റെ പദവിയിൽ രണ്ടാമനാ ഉമർ ഫിൽ ജന്ന എന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പോൾ ആ സഹാബി പോലും ഭയപ്പെട്ടു. എന്ത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന നിഫാഖുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോ? സഹാബത്ത് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനാസ നിസ്കരിച്ചില്ലെങ്കിൽ അത് നിസ്കരിക്കൂല. കാരണം എന്താ? ഹുദൈഫ റളിയല്ലാഹു അൻഹു അറിയാം ഇത് മുനാഫിക്കാണോ അല്ലയോ എന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ വലിയ വലിയ സ്വഹാബത്ത് പോലും എന്ത് ചെയ്തിരുന്നു, അങ്ങനെ ചിന്തിച്ചു. ലൗനാദാ മുനാദി മിനസ് സമായി ഇന്ന കുല്ലകും യദ്ഖുലൂനൽ ജന്നത ഇല്ലാ റജുലൻ ഫഖിഫ്തു അന ഉവാ. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരാളൊഴികെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അത് ഞാനായിരിക്കും. അത്ര ഈമാൻ ഉണ്ടായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനൊക്കെ. അപ്പൊ അവരടക്കം പ്രിയപ്പെട്ടവരെ പേടിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ, നിഫാഖിനെ മുഅ്മിൻ അല്ലാതെ എന്ത് ചെയ്യൂല, ഭയപ്പെടില്ല. മുഅ്മിൻ ഭയപ്പെടും നിഫാഖിന്, അല്ലാത്തവരാരും എന്ത് ചെയ്യില്ല, നിഫാഖിനെ ഭയപ്പെടുകയില്ല എന്നുള്ളത് നമുക്ക് ചരിത്രത്തിന്റെ അധ്യാപനങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഏറെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കണ്ട് നമ്മൾ ആരെയും വഞ്ചിക്കുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. ഈ അമലിയായിട്ടുള്ള നിഫാഖിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. അതുകൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തി യുദ്രികു തക്ബീറത്തുൽ ഊല കുതിബത ലഹു ബറാഅതാനി, ബറാഅത്തു മിനൻ നാരി വ ബറാഅത്തു മിനൻ നിഫാഖ്. അല്ലേ, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി 40 ദിവസത്തെ നമസ്കാരം കിട്ടുക. 40 ദിവസത്തെ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം, യാത്രയല്ല, മറ്റൊന്നുമല്ല. അല്ലെ, അള്ളാഹ് ഇളവ് പറഞ്ഞ ഒരു കാര്യമില്ല, പെര തൊട്ടടുത്താണ്. എന്നാലും എനിക്ക് എന്ത് ചെയ്യൂല, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയിട്ടുള്ള നിസ്കാരം കിട്ടൂല. അങ്ങനെ 40 ദിവസം കിട്ടിയാൽ 2 കാര്യത്തിൽ തൊട്ട് അവരെന്ത് ചെയ്യും, ഒഴിഞ്ഞു നിൽക്കും. ഒന്ന് നരകത്തെ തൊട്ട് അവരെ അള്ളാഹു സംരക്ഷിക്കും, രണ്ടാമത്തെ നിഫാഖിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സൽസ്വഭാവം, ദീനിലുള്ള നല്ല അറിവ്, അത് നിഫാഖിലേക്ക് എത്തിക്കൂല എന്നുള്ളതാണ്. സൽസ്വഭാവം, രണ്ട് സ്വഭാവങ്ങള്, ആ 2 സ്വഭാവങ്ങൾ എന്ത് ചെയ്യില്ല, ഒരു വ്യക്തിയിൽ ഒരുമിച്ച് ചേരുകയില്ല. അത് ഏതൊക്കെയാണ്? ഹുസ്നു സംതീൻ, ഹുസ്നു സംതീൻ നല്ല സ്വഭാവം, നല്ല സ്വഭാവം. അതുപോലെ തന്നെ വലാ ഫിഖ്ഹുൻ ഫിദ്ദീനി വലാ ഫിഖ്ഹുൻ ഫിദ്ദീനി, മതത്തിലുള്ള ഫിഖ്ഹ്, അഗാധമായിട്ടുള്ള അറിവ് ഇതിൽ ഒരാളിൽ സമ്മേളിച്ചാൽ അവനെന്താവില്ല,
നിഫാഖ് അവനിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ സദഖ കൊടുക്കാൻ ഒരു പ്രയാസമല്ല. ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നിസ്കരിക്കാനും നോമ്പെടുക്കാനൊക്കെ നമുക്ക് പറയാം, ചിലർക്കിടെ സദഖ കൊടുക്കാൻ എന്തോ അങ്ങോട്ട് പൊരിച്ചെടുക്കണ പോലെയാണ്. അത് നിഫാഖിന്റെ അടയാളമായിട്ടാ പറഞ്ഞത്. കാരണം വസ്സദഖത്തു ബുർഹാനുൻ, അല്ലേ? സദഖ എന്നുള്ള തെളിവാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്തിനുള്ള തെളിവ്? ദലീലുൻ അലാ സിദ്ഖി ഈമാനിൽ മുതസദ്ദിഖ്. യഥാർത്ഥ വിശ്വാസിയുടെ ഒരു ക്വാളിറ്റി പരിശോധിക്കാനുള്ള അളവുകോലാണെന്ത്? സദഖ എന്നുള്ളത്. അതൊരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം സദഖ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിനെ എന്ത് ചെയ്യാം? അങ്ങേയറ്റത്ത് സ്നേഹിക്കാൻ കഴിയണം. ഏതെങ്കിലും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ല. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കുക. അതുപോലെ തന്നെ മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മുഴുവൻ സത്യപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ അടയാളമാണ്. അൻസാറുകളെ വെറുക്കുക, അവരിൽ കോപം വെച്ച് പുലർത്തുക എന്നുള്ളത് അത് മുനാഫിക്കിന്റെ നിഫാഖിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുകയാണ്. സൂറത്ത് തബൂക്കൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ, ഈ നിഫാഖിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. 2 ആയത്ത് ഓതിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. എന്തായിരുന്നു അർത്ഥം? വമിനൻ നാസ്, ജനങ്ങളിലുണ്ട്, മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ. വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവരെന്തല്ല? വിശ്വാസികളല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, അവർ അല്ലാഹുവിനെയും വിശ്വാസികളെയും അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. വമാ യശ്ഉറൂൻ, അവരത് മനസ്സിലാക്കുന്നില്ല. ഈ 2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുത്തത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.